Question number 8. Dual nature of radiation matter എന്ന് പറയുന്ന ലെസണിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. When a light of given wavelength falls on a metallic surface, the stopping potential for photoelectrons is 3.2 volt. If a second light having wavelength twice the first light is used, the stopping potential dropped to 0.7 volt. The wavelength of first light is എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് കാണുന്നത്. ഞാനത് ലാംഡ എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പം എന്നോട് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നാലിടാ മക്കളെ കെ ഇ മാക്സ് എന്ന് പറയുന്നത് ഇ വി എസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? റൈറ്റ്. എന്താണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക്കേഷൻ നമ്മൾ പഠിച്ചത്? എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കെ ഇ മാക്സ് എന്നാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക്കേഷൻ പഠിച്ചത്. ഓക്കെ, ഇവിടെ ലാംഡ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജി എച്ച് സി ബൈ ലാംഡയാണ് ഈക്വൽ ടു 50 പ്ലസ് ഇനീഷ്യലി ആ സ്റ്റോപ്പ് 3.2 ആണ്. 3.2 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻⁹ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു ലൈറ്റ് യൂസ് ചെയ്യാണ്. ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് ട്വൈസ് ദാറ്റ് ഓഫ് ഫസ്റ്റ് ലൈറ്റ് ആണ് അല്ലെ? അപ്പൊ വേവ് ലെങ്ത് ട്വൈസ് ഉള്ള ഒരു ലൈറ്റ് യൂസ് ചെയ്യാൻ വെച്ചാൽ ഓക്കെ, ആ വേവ് ലെങ്ത് നിങ്ങൾ ഓർക്കണം 2 ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസിഡന്റ് എനർജി എച്ച് സി ബൈ 2 ലാംഡ അല്ലെ ഈക്വൽ ടു 50 പ്ലസ് ആ സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0.7 ആയിട്ടുണ്ടെങ്കിൽ കെ ഇ മാക്സ് 0.7 ഇൻറ്റു ഇ. അതിൽ നമുക്ക് ലാംഡ കാണണം. ലാംഡ അറിയില്ല, 50 അറിയില്ല അല്ലെ? അപ്പൊ ലാംഡ നമുക്ക് കാണാം. അപ്പൊ 50 ഒഴിവാക്കണം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 50 ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഇക്വേഷൻ അങ്ങ് മൈനസ് ചെയ്യണം അല്ലെ? അങ്ങനെ മൈനസ് ചെയ്താൽ എച്ച് സി ബൈ ലാംഡ എന്ന് എച്ച് സി ബൈ 2 ലാംഡ ഞാൻ മൈനസ് ചെയ്യാണ് അല്ലെ? അപ്പൊ മൈനസ് ചെയ്ത സമയത്ത് എച്ച് സി ബൈ 2 ലാംഡ എന്ന് കിട്ടും ഈക്വൽ ടു 50 മൈനസ് 0 ആയി പോവും അല്ലെ? ഇനി 3.2 ഇന്ന് 0.7 ഈ മൈനസ് ചെയ്താൽ എത്ര വന്നടാ മക്കളെ? 2.5 ഇ എന്ന് വന്നു. ഓക്കെ, നമുക്ക് ലാംഡയാണ് കാണേണ്ടത് അല്ലെ? ആൻസർ ആയി. സോ ലാംഡ ഈക്വൽ ടു ലാംഡന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയാൽ എച്ച് സി ഡിവൈഡ് ബൈ ഇ ഇൻറ്റു 1/2 ഇൻറ്റു 2.5 ഇങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട് അല്ലെ? ആ എച്ച് സി നിങ്ങൾ പഠിച്ചിരുന്നു. എച്ച് സി നമ്മൾ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലെ? ആക്ച്വലി ദെൻ എച്ച് സി ബൈ ഇ ചെയ്താൽ ആ ഇതിനെ ജൂളിലേക്ക് ആക്കിയാൽ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁻ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് നിന്ന് ജൂള് വരും അല്ലെ? അപ്പൊ ഇത്രയും ഈ അല്ലെ ജൂൾ നാനോമീറ്റർ എന്ന് വരും. അപ്പൊ ഇതിനെ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കട്ട് ചെയ്തു. അപ്പൊ എച്ച് സി ബൈ ഇ എന്ന് പറയുന്നത് എന്താണ്? 1240 എന്ന് കിട്ടും അല്ലെ? ഇൻറ്റു 10⁻⁹ എച്ച് സി ബൈ ഇന്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ച് സി ബൈ ഇ എന്ന് പറയുന്ന വാല്യൂ വരിക 1240 നാനോമീറ്റർ 10⁻⁹ മീറ്റർ. ഓക്കെ, ഇനി വേണം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എച്ചിന്റെയും അല്ലെ സിന്റെയും ഇന്റെയും വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എച്ച് സീക്വൽ ടു ഇത് 1240 അല്ലെ ഇൻറ്റു 10⁻⁻⁹ എന്ന് വന്നു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2.5 വന്നു അല്ലെ? സോ നമുക്കിത് മുകളിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 2480 ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡ് ബൈ 10 അല്ലെ? ഇത് മുകളിലേക്ക് 10⁻⁻⁻ ആയില്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 2480 ഇൻറ്റു 10⁻⁻⁻10 എന്ന് വരും. ഓക്കെ, അത് 10 ഇനി ഓപ്ഷനിൽ ഇത് എന്തായാലും 3.1 അല്ല 2.2 അല്ല 2.9 വരില്ല അല്ലെ? 10⁻⁻⁷ ഓർഡറിലേക്ക് ചെയ്താൽ 2.48 എന്നല്ലടാ മക്കളെ ആൻസർ വരിക.
അല്ലെ? സോ ആൻസർ നമ്മൾ നോക്കിയാൽ ഇത് എന്ത് ചെയ്താൽ നമുക്ക് 2. ഇവിടേക്ക് എഴുതാം 2.48 into 10⁻⁻⁷ എന്ന് എഴുതാം അല്ലെ? അപ്പൊ 2.48 നമ്മൾ റൗണ്ട് ചെയ്താൽ 2.5 എന്ന് എഴുതാം നമുക്ക്. 2.5 into 10⁻⁻⁷. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂവിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. അപ്പൊ 2.5 into 10⁻⁻⁷ ആണ് നമ്മൾ ആൻസർ. ഓക്കെ.